ഹലോ ഗൈസ്, വെൽക്കം ടു ക്രിസ്ത്യൻ ടൈം. സോ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു എക്സ്മെനിലുള്ള മ്യൂട്ടൻസ് ഇല്ലേ. സോ അവരുടെ ആ ഒരു പവർ ലെവലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഈ ആൽഫ ഗാമ എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ എന്താണ്, സോ ഏതൊക്കെ പവർ ലെവൽസാണ് ഉള്ളത്, സോ മൊത്തം നമുക്ക് ഈ വീഡിയോയിൽ നോക്കിയേക്കാം. സോ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു എപ്സിലോൺ ലെവൽ. സോ ഈ ഒരു ലെവലിലുള്ള മ്യൂട്ടൻസ് വന്ന് വളരെ വീക്കായിട്ടുള്ള മ്യൂട്ടൻസ് ആയിരിക്കും. അധികവും കുട്ടികളായിരിക്കും ഈ ഒരു ലെവലിലുള്ളത്. സോ ഇവിടെ പവേഴ്സ് എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു വീക്കായിട്ടുള്ള പവർ ആയിരിക്കും. അതായത് ഇപ്പോൾ എക്സ്മെൻ 2 പയ്യനെ കണ്ടിട്ടുണ്ടാകും. സോ അവൻ്റെ നാക്ക് വന്നൊരു പാമ്പിൻ്റെ നാക്കാണ്. അപ്പോൾ അത് കാരണം അവനൊരു പവറും കാണൂല. സോ ഓക്കെ, ആ പവർ കാരണം ഇവർക്കൊരു ഉപയോഗവും കാണൂല. ഇപ്പോൾ ചില ആൾക്കാർക്ക് ചിലപ്പോൾ കണ്ണ് വന്ന് പൂച്ചയുടെ കണ്ണായിരിക്കാം. സോ ആ പവർ കാരണം അവർക്കൊരു ഉപയോഗവും കാണൂല. ഓക്കെ, പവറും കാണൂല, ഇവർക്ക് ആയുസ്സും കുറവായിരിക്കും. അപ്പോൾ ആ ഒരു വീക്കായിട്ടുള്ള മ്യൂട്ടൻസൊക്കെ ഈ ഒരു ലെവലിലാണ് വരുന്നത്. സോ അടുത്ത ലെവലാണ് ഡെൽറ്റ ലെവൽ മ്യൂട്ടൻസ്. സോ ഈ ഒരു ഡെൽറ്റ ലെവലിൽ വരുന്ന മ്യൂട്ടൻസ് വന്ന് എന്താ പറയുക, സ്പെഷ്യലായിട്ടുള്ള ഒരു മ്യൂട്ടൻസ് എന്ന് പറയാം. സോ ഈ ലോകത്തിൽ തന്നെ ഒരു പാതി പേരൊക്കെ ഈ ഒരു ഡെൽറ്റ ലെവലിൽ വരുന്ന മ്യൂട്ടൻസ് എന്നാണ് പറയുന്നത്. സോ ഇവർ മ്യൂട്ടൻ്റ് ആണെന്ന് പോലും ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല. അങ്ങനെ ആയിരിക്കും. കാരണം ഇവരുടെ പവർ എന്ന് പറയുന്നത് അത്രത്തോളം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പവർ ആയിരിക്കും. അതായത് അത് സൂപ്പർ പവറായിട്ട് പോലും നമുക്ക് തോന്നില്ല. സോ അങ്ങനെ ആയിരിക്കും ഇവരുടെ പവർ എന്ന് പറയുന്നത്. ബട്ട് അത് ഒരു പവറാണ്. അതായത് ഇപ്പോൾ നമ്മുടെ ഡെഡ്പൂൾ 2 വന്ന ഡോമിനോയെ എടുക്കാം. സോ ഡോമിനോയുടെ പവർ എന്ന് പറയുന്നത് ലക്കാണ്. സോ ബേസിക്കലി നമ്മൾ ലക്ക് എന്ന് പറയുന്ന ഒരു പവറായിട്ട് നമ്മൾ കാണൂലല്ലോ. പക്ഷേ ഈ ഒരു ക്യാരക്ടറിൻ്റെ പവർ ലക്കാണ്. സോ ഈ ക്യാരക്ടറിന് ആ ലക്കിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ലക്ക് കൂട്ടാൻ കുറയ്ക്കാം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. സോ ഡെഡ്പൂൾ തന്നെ ഇതൊരു പവർ അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെ പറ്റി ഇതൊരു പവറാണ്. അപ്പം ഇതേപോലെ അതൊരു പവറാണെന്ന് പോലും ആർക്കും തിരിച്ചറിയാൻ പറ്റുമല്ലോ. സോ അങ്ങനെ ഒരു കാറ്റഗറി പറഞ്ഞ ആൾക്കാരാണ് ഡെൽറ്റ ലെവലിൽ പറഞ്ഞ മ്യൂട്ടൻസ്. അപ്പം അതേപോലെ പവേഴ്സ് പറഞ്ഞ ആൾക്കാരൊക്കെയാണ് മോസ്റ്റ്ലി ഡെൽറ്റ ലെവലിൽ പറഞ്ഞത്. ഇവർ കാണാനും മനുഷ്യരെ പോലെ ആയിരിക്കും ഇരിക്കുന്നത്. സോ അടുത്തതാണ് ബീറ്റ ലെവൽ മ്യൂട്ടൻസ്. സോ ഈ ഒരു ബീറ്റ ലെവൽ വല്ല മ്യൂട്ടൻസിനെ കൊണ്ട് അവരെ പവേഴ്സിനെ കൺട്രോൾ ഒന്നും ചെയ്യാൻ പറ്റൂല. അതായത് ഇപ്പോൾ നമ്മുടെ ഊൾവറിനെ എടുക്കും. സോ ഊൾവറിനെ കൊണ്ട് തൻ്റെ പവേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റൂല. അതായത് ഇപ്പോൾ ഊൾവറിൻ്റെ പവർ ഹീലിംഗ് പവറാണ്. ബട്ട് അത് ഊൾവറിൻ വിചാരിക്കുമ്പോൾ ഒന്നും അല്ല ഹീലാവുന്നത്. ഓട്ടോമാറ്റിക്കലി ഊൾവറിന് ഒരു ഇഞ്ചറി വന്നാൽ അത് ഹീലാവും. ഊൾവറിനെ കൊണ്ട് അത് കൺട്രോൾ ചെയ്യാനൊന്നും പറ്റൂല. അതേപോലെ തന്നെ സൈക്ലോസിനെ എടുക്കാം. സോ സൈക്ലോസിനെ കൊണ്ട് തൻ്റെ ഒരു ലൈസർ ബീമിനെ കൺട്രോൾ ചെയ്യാനൊന്നും പറ്റൂല. സോ അതായത് അത് കണ്ണ് തുറന്നാൽ അത് വരും. സോ ഒന്നും ചെയ്യാനൊന്നും പറ്റൂല. അപ്പോൾ ഇതേപോലെ ആ ഒരു മ്യൂട്ടനെ കൊണ്ട് അവരെ പവറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തവരൊക്കെ ഈ ഒരു ബീറ്റ ലെവലിൽ വരും. സോ ഇവർ പവർഫുൾ ആയിരിക്കും. ബട്ട് ഇവരെ കൊണ്ട് ഇവരെ പവേഴ്സിനെ കൺട്രോൾ ചെയ്യാനേ പറ്റൂല. സോ ഇവർ ട്രെയിനിങ് എടുത്താലേ ഇവരെ കൊണ്ട് അത് കൺട്രോൾ ചെയ്യാൻ പറ്റൂല. സോ അപ്പോൾ ആ ഒരു കാറ്റഗറി വരുന്ന മ്യൂട്ടൻസൊക്കെ ഈ ഒരു ബീറ്റ ലെവലിലാണ് വരുന്നത്. സോ അടുത്ത് വന്ന് ഗാമ ലെവൽ മ്യൂട്ടൻസ്. സോ ഈ ഒരു ഗാമ ലെവലിലുള്ള മ്യൂട്ടൻസിനൊക്കെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഇവർ കണ്ടാൽ തന്നെ ഇവർ മ്യൂട്ടൻ്റ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മുടെ മിസ്റ്റേക്ക്, ബീസ്റ്റ്, നൈറ്റ് ക്ലോളർ. സോ ഇവരൊക്കെ ഗാമ ലെവലിൽ പറയുന്ന മ്യൂട്ടൻസാണ്. കാരണം ഇവർ ബോഡി തന്നെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടിരിക്കും. മനുഷ്യരെ പോലെ ഇവർ ഇരിക്കില്ല കാണാൻ. സോ ഇവരിപ്പം ചില ആൾക്കാരിപ്പോൾ കാണാൻ മനുഷ്യരെ പോലെ ഇരിക്കും. ബട്ട് അവരെ പവർ എടുക്കുമ്പോൾ അവർ കംപ്ലീറ്റ്ലി ഒരു മ്യൂട്ടനെ പോലെ ആയിരിക്കും. അതായത് ഇപ്പോൾ ബീസ്റ്റ് ആയാലും മിസ്റ്റേക്ക് ആയാലും. അപ്പോൾ അങ്ങനെ കണ്ടാൽ തന്നെ മ്യൂട്ടൻ എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന അവരുടെ ബോഡി തന്നെ കംപ്ലീറ്റ്ലി ചേഞ്ച് ആയിരിക്കുന്ന ആൾക്കാരൊക്കെയാണ് ഈ ഒരു ഗാമ ലെവലിൽ വരുന്ന മ്യൂട്ടൻസ്. സോ അടുത്താണ് ആൽഫ ലെവൽ മ്യൂട്ടൻസ്. സോ ഒരു ആൽഫ ലെവൽ വല്ല മ്യൂട്ടൻസൊക്കെ ഭയങ്കര പവർഫുൾ ആയിരിക്കും. സോ ഇവരെ പവേഴ്സിനെ ഇവർക്ക് കൺട്രോൾ ചെയ്യാനും പറ്റും. അതായത് പവേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, കാണാനും മനുഷ്യരെ പോലെ ഇരിക്കും. സോ ആ ഒരു കാറ്റഗറി പറഞ്ഞ മ്യൂട്ടൻസൊക്കെയാണ് ഈ ഒരു ആൽഫ ലെവലിൽ വരുന്ന മ്യൂട്ടൻസ്. അതായത് നമ്മുടെ പ്രൊഫസർ എക്സിനെ എടുക്കാം. സോ അദ്ദേഹം ഒരു ആൽഫ ലെവലായിട്ടുള്ള മ്യൂട്ടൻസ് ആണ്. അദ്ദേഹത്തിനെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ പവേഴ്സിനെ കൺട്രോൾ ചെയ്യാനും പറ്റും, കാണാനും മനുഷ്യനെ പോലെ ഇരിക്കും. ആൻഡ് അതുപോലെ നമ്മൾ ജീൻ ഗ്രേയും ഒരു ആൽഫ ലെവലാണ്. സോ കാരണം ജീൻ ഗ്രേ ആ ഫീനിക്സിൻ്റെ കൺട്രോൾ പോയില്ലെങ്കിൽ ജീൻ ഗ്രേയും ആൽഫ ലെവലിൽ വരും. അപ്പോൾ ഇതേപോലെ പവേഴ്സിനെ കൺട്രോൾ ചെയ്യാനും അതേപോലെ തന്നെ കാണാനും മനുഷ്യരെ പോലെ ഇരിക്കുന്ന മ്യൂട്ടൻസൊക്കെ ഈ ഒരു ആൽഫ ലെവലിലാണ് വരുന്നത്. ഇവർ ഭയങ്കര പവർഫുള്ളും ആയിരിക്കും. ആൻഡ് അടുത്ത് ലാസ്റ്റായിട്ട് ഒമേഗ ലെവൽ മ്യൂട്ടൻസ്. സോ ഇവരാണ് ഉള്ളതിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മ്യൂട്ടൻസ്. സോ ഇവരെ പവേഴ്സിന് ലിമിറ്റ് കാണൂല. ഭയങ്കര ഓവർ പവർഡ് ആയിട്ടുള്ള മ്യൂട്ടൻസ് ആയിരിക്കും ഈ ഒരു ഒമേഗ ലെവലിൽ വരുന്ന മ്യൂട്ടൻസ്. അതായത് ഇപ്പോൾ നമ്മുടെ വാണ്ട വന്ന ഒരു ഒമേഗ ലെവലായിട്ടുള്ള മ്യൂട്ടൻ്റ് ആണ്. ആൻഡ് അതേപോലെ തന്നെ ജീൻ ഗ്രേ. സോ ജീൻ ഗ്രേ വന്ന ഒരു ഫീനിക്സിൻ്റെ കൺട്രോളിൽ പോയി കഴിഞ്ഞാൽ ജീൻ ഗ്രേയും ഒരു ഒമേഗ ലെവലിൽ വരും. ആൻഡ് അതേപോലെ തന്നെ നമ്മുടെ മാഗ്നിറ്റോ, അതായത് മാഗ്നിറ്റോയും ഒരു ഒമേഗ ലെവൽ മ്യൂട്ടൻ്റ് ആണ്. ആൻഡ് അതേപോലെ തന്നെ ഐസ്മാൻ. സോ ഐസ്മാനും ഇപ്പോൾ ഒമേഗ ലെവലായിട്ടുള്ള മ്യൂട്ടൻ്റ് ആണ്. അതായത് ഈ ലോകത്തിനെ തന്നെ നശിപ്പിക്കാൻ കഴിവുള്ള ആൾക്കാരൊക്കെ ഒമേഗ ലെവലിൽ വരും. അതായത് ഇപ്പം ഐസ്മാനൊക്കെ എടുക്കുകയാണെങ്കിൽ പുള്ളി വിജയിച്ച് ഈ ലോകം തന്നെ ഫ്രീസാക്കി എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ജീൻ ഗ്രേ പറയേണ്ട മൊത്തം നശിപ്പിച്ചെടുക്കും. വേണ്ട റിയാലിറ്റി തന്നെ ചേഞ്ച് ചെയ്തെടുക്കും. അപ്പോൾ അതേപോലെ കാറ്റഗറി പറഞ്ഞ ആൾക്കാരൊക്കെ ഒമേഗ ലെവലിൽ വരും. നമ്മുടെ പ്രൊഫസർ എക്സ് ആണെങ്കിൽ ആ ഒരു സെറിബ്രം വെച്ച് കഴിഞ്ഞാൽ പുള്ളിയും ഒമേഗ ലെവലിൽ പോകും. കാരണം ലോകത്തിലുള്ള എല്ലാവരും മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം ബേസിക്കലി ലോകത്തിനെ തന്നെ നശിപ്പിക്കാൻ കഴിവുള്ള ആൾക്കാരൊക്കെ ഒമേഗ ലെവൽ മ്യൂട്ടൻസ് ആണ്.
അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു മ്യൂട്ടൻസിൻ്റെ പവർ ലെവലും കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പവർ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾ ഏത് ചൂസ് ചെയ്യും, അതായത് ആൽഫ ചൂസ് ചെയ്യുമോ ഗാമ ചൂസ് ചെയ്യുമോ എന്ന് ഉറപ്പായിട്ട് തന്നെ കമൻറ്റ് പറഞ്ഞേക്കാം. കൂടാതെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ടാണ് കാണിക്കുക, മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് യു ഗൈസ്.